ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ആശംസിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയുടെ ഗാഢത എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കഴിഞ്ഞ 40-45 വർഷങ്ങൾക്കുള്ളിൽ ഇതുപോലെ രൂക്ഷമായിരിക്കുന്ന ചൂടും ഒരു വിധത്തിലും സഹിക്കാൻ വയ്യാത്ത കാലാവസ്ഥാ അന്തരീക്ഷവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ തുടർച്ചയായിട്ടുള്ള വീഡിയോയും റെക്കോർഡിങ് സാധിക്കുന്നില്ല. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ എപ്പിസോഡുകൾ ഇടയ്ക്ക് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ന് 55-ാം സങ്കീർത്തനത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഒരാത്മീക ചിന്ത പറയാനാണ് ദൈവസന്നിധിയിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നെ നിന്ദിച്ചത് ശത്രുവല്ല എന്ന് പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറയുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് ശത്രുതയെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. തൻ്റെ ഏറ്റവും വലിയ പ്രതിയോഗി ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ തന്നെയായിരുന്നു. ഏത് നിലയിലും തന്നെ നശിപ്പിക്കുക എന്നുള്ള നിഗൂഢമായ ഉദ്ദേശത്തോടെ നിരന്തരം ദാവീദിനെ വേട്ടയാടുവാൻ അവന് വിരോധമായി നടന്ന വ്യക്തിയാണ് ശൗല്. ഏറ്റവും ഒടുവിൽ ശമൂവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു നിലയിൽ ഗിൽബോവ പർവ്വതങ്ങളിൽ തൻ്റെ 3 പുത്രന്മാരോടുകൂടെ ചേർന്ന് വാളിന്മേൽ വീണ് നിഹതനായി ജീവിതം അവസാനിക്കുന്ന ശൗലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാസ്തവത്തിൽ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില ആളുകൾ, ചില കുടുംബാംഗങ്ങൾ, അവർ നമ്മെ തള്ളിപ്പറയുകയും നമുക്ക് വിരോധമായി ശത്രുത പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. ദാവീദിന്റെ സ്വന്തം മകൻ അബ്ശാലോം അവന് വിരോധമായി ശത്രുത പ്രവർത്തിച്ചതായി നമ്മൾ വായിക്കുന്നു. ദാവീദിന്റെ അടുക്കൽ അവനെ കാണുവാൻ വരുന്ന ആളുകളെ രാജധാനിയുടെ വഴിയോരത്ത് വെച്ച് തന്നെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവരെ ചുംബിച്ചിട്ട്, നിങ്ങൾ എൻ്റെ അടുക്കലായിരുന്നു നിങ്ങളുടെ ഈ പ്രശ്നവുമായി വരുന്നതെങ്കിൽ പണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് അവരെ വശീകരിച്ച് ദാവീദിൽ നിന്ന് അകറ്റുകയും ഒരു സുപ്രഭാതത്തിൽ ദാവീദിന്റെ സിംഹാസനം കയ്യേറുകയും ചെയ്തവനായിരുന്നു അപ്പന്റെ സമാധാനം എന്ന് അർത്ഥമുള്ള തൻ്റെ മകൻ അബ്ശാലോം ചെയ്തത്. അവന്റെ ജീവിതാവസാനവും വളരെ ദുഃഖപര്യവസായി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് ഈ സങ്കീർത്തന ഭാഗത്ത് എഴുതുകയാണ്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, എങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. നീയോ എനിക്ക് പ്രാണസ്നേഹിതനായിരുന്നു. നാം ഒന്നിച്ച് മധുര സമ്പർക്കം ചെയ്ത് ദേവാലയത്തിലേക്ക് പോയല്ലോ. വാസ്തവത്തില് ഒരു ഡയമണ്ടിനെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയമണ്ടാണ് സംടൈംസ് നമ്മുടെ ജീവിതത്തെ ആഴമായി മുറിക്കുവാൻ നമ്മുടെ സ്നേഹിതരെ, ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ, ഇവരെയൊക്കെ ദൈവം അനുവദിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാറുണ്ട്. അവർ നമ്മെ ആഴമായി മുറിവേൽപ്പിക്കും. അവരുടെ വാക്കുകൾ നമ്മെ ആഴമായി മുറിവേൽപ്പിക്കും. സ്വന്തം മക്കൾ പിതാവിന് വിരോധമായി തിരിഞ്ഞു നിൽക്കുന്ന അനുഭവമാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് സാധാരണ നിലയിൽ സ്നേഹനിധിയായ ഒരു പിതാവിന് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. ദാവീദ് സിംഹാസനം തന്നെ ഇട്ടിട്ട് അവിടുന്ന് യോർദാന് അക്കരയ്ക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ട ദുർഗതി തന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ തന്നെ ഒറ്റിക്കൊടുത്ത, അവനെ മുറിവേൽപ്പിച്ച, ആഴമായി അവനെ ബുദ്ധിമുട്ടിച്ച അവന്റെ സ്നേഹിതരെ സംബന്ധിച്ച്, അവന് ശത്രുത പ്രവർത്തിച്ച സ്നേഹിതരെ സംബന്ധിച്ച് പറയുകയാണ്, അവരുടെ വായ വെണ്ണ പോലെ മധുരമുള്ളത്, അവരുടെ വായ വെണ്ണ പോലെ മധുരമുള്ളത്, എന്നാൽ ഹൃദയത്തിലോ യുദ്ധമത്രേ. അവരുടെ വാക്കുകൾ എണ്ണയേക്കാൾ മൃദുവായത്, എങ്കിലും അവ ഊരിപ്പിടിച്ച വാളുകളായിരുന്നു. 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ദാവീദ് പറയുകയാണ്,
തന്നെ ദ്രോഹിച്ച തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ, തൻ്റെ ഹൃദയത്തിൽ ആഴമായ മുറിവ് അവന് വരുത്തിയ ആളുകൾ, അവന് വലിയ നഷ്ടമുണ്ടാക്കിയ ആളുകൾ, അവന് മാനഹാനി ഉണ്ടാക്കിയ ആളുകൾ, അവന്റെ ഹൃദയത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകൾ, അവരാരും അവന്റെ ശത്രുക്കളായിരുന്നില്ല. ആരായിരുന്നു? അവരുടെ സ്നേഹിതന്മാരായ ആളുകൾ, ഉറ്റ ചങ്ങാതിമാരായി ഇടപെട്ട ആളുകൾ. അവരാണ് പറയുന്നത് ഈ ദാവീദിന് വിരോധമായി. ദാവീദിന് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അവരങ്ങനെ ചെയ്യും എന്നൊരിക്കലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും പന്താവുകളെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി പരിശോധിച്ചാൽ, നമ്മളോട് മധുര സമ്പർക്കം ചെയ്ത, മധുരമായി സംസാരിച്ച, വ്യക്തിപരമായി കാണുമ്പോൾ വളരെ ഹൃദ്യമായി ഏർപ്പെടുന്ന ചില ആളുകൾ പരസ്യമായി കാണുമ്പോൾ നമ്മുമായി യാതൊരു ബന്ധവുമില്ലാതെ അകന്നു മാറി നിൽക്കും. അങ്ങനെയുള്ള ആളുകൾ തന്ത്രശാലികളാണ്. സ്നേഹിതരെന്ന് നമുക്ക് തോന്നും. അവരുടെ വാക്കുകൾ വളരെ മൃദുവായതാണ്, എണ്ണ പോലെ മൃദുവായതാണ്. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് വെണ്ണയേക്കാൾ സോഫ്റ്റ് ആണ്. എങ്കിലും അവരുടെ ഹൃദയത്തിൽ യുദ്ധമാണുള്ളത്, പോരാട്ടമാണുള്ളത്. നിരന്തരമായി നമ്മോട് പകയും ശത്രുതയുമാണുള്ളത്. ഞാൻ മാത്രം, ഞാനും എൻ്റെ കുടുംബവും മാത്രം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം. ഇതാണ് അവരുടെ ഡിക്ഷണറിയിലെ പദപ്രയോഗങ്ങൾ. ദാവീദ് അത്യന്തം വ്യസനിക്കുകയുണ്ടായി. ഇസ്കരിയത്ത യൂദയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതേ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് ദേവാലയത്തിലേക്ക് പോയല്ലോ. അത് വാസ്തവ ശരിയാണ്. അവൻ തന്നെയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. വാസ്തവത്തില് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ വിഷയം, ദാവീദിന്റെ ജീവിതത്തിൽ പ്രതീകാത്മകമായി ദാവീദ് ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വസ്തുതാപരമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വാസ്തവത്തില് കർത്താവെ, എനിക്ക് സഹായമായിരിക്കുന്നത് നീ മാത്രമാകുന്നു എന്ന് ദാവീദ് ദൈവസന്നിധിയിൽ നന്ദിയോടെ പറഞ്ഞു. നമ്മൾ വാസ്തവത്തില് തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യുന്നവരായിട്ടല്ല, തിന്മയ്ക്ക് നന്മ പകരം ചെയ്യുന്നവരായി ജയിപ്പാനുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത്. രണ്ട് അതിപ്രധാനമായിരിക്കുന്ന ആത്മീക പാഠങ്ങൾ ഈ വചനഭാഗത്തൂടെ ദാവീദ് ദൈവാത്മാവിൽ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ എന്താണെന്നറിയാമോ? നാം എല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ്. മാനുഷികമായ പ്രകൃതങ്ങളും സ്വഭാവങ്ങളുമുള്ള ആളുകളാണ്. മറ്റുള്ള ആളുകൾ പലപ്പോഴും നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. എന്നാൽ അങ്ങനെയുള്ള ആ മുറിവുകളെയും മുറിപ്പാടുകളെയും നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മൾ തിരിച്ച് പോരാടുവാൻ ശ്രമിക്കാതിരിക്കുക. നമ്മോട് യുദ്ധം ചെയ്ത് കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ അനേകരാകുന്നുവെന്നും അവരുടെ എണ്ണം എൻ്റെ തലയിലെ രോമത്തെക്കാൾ അധികമാകുന്നുവെന്നും ദാവീദ് ഒരു വേള പറയുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ നമ്മളെ പകച്ച ചില ആളുകൾ, പകയ്ക്കുന്ന ചില ആളുകൾ, നമ്മോട് അസൂയപ്പെടുന്ന ചില ആളുകൾ, നമുക്ക് വിരോധമായ ദോഷം സംസാരിക്കുന്ന ചില ആളുകൾ, അധർമ്മം പ്രവർത്തിക്കുന്ന ചില ആളുകൾ, ഇവരൊക്കെ നമ്മോട് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഞാൻ തന്നെ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാസ്തവത്തില് ഞാൻ നിങ്ങളോട് ചെയ്ത എന്ത് ദോഷത്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരവില്ല. ഹൃദയത്തിൽ വളരെ പക, വിദ്വേഷം, അസൂയ ഇതൊക്കെ വെച്ചുകൊണ്ട് ആത്മീയരായി അഭിനയിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് ഏൽക്കപ്പെടുന്ന ഈ മുറിവുകളെ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പരമേൽപ്പിക്കുക. രണ്ടാമത്തെ വിഷയം, നമ്മള് മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ ഇരിക്കുക. നമ്മളെ കൊടുക്കുന്നവരായും തള്ളിപ്പറയുന്നവരായിട്ടുമല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായും ഇരിക്കുക. നമ്മുടെ കർത്താവിനാ പറഞ്ഞത് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നമുക്ക് വിരോധമായി ദോഷം പറയുന്ന ആളുകളോട് അവര് നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണ്. ലോകത്തിൽ ക്രൈസ്തവരല്ലാത്ത ലോക നേതാക്കന്മാർ, മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഗിരിപ്രഭാഷണങ്ങളിൽ വളരെ ആകർഷരായി ലോകത്തിലെ ഏറ്റവും അധികം അർത്ഥവത്തായ തത്വശാസ്ത്രം മാനവരാശിയെ പഠിപ്പിച്ച മഹത് ഗുരുവാണ് യേശു ക്രിസ്തു എന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ അഭിപ്രായപ്പെട്ടു.
അവരൊക്കെ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ പാഠങ്ങളാണ്. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ന്യായപ്രമാണത്തിന്റെ പ്രതികാര ബുദ്ധിയെക്കുറിച്ച് കർത്താവിടെ പരാമർശിച്ചിട്ടുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കർത്താവ് എന്താ പറഞ്ഞത്? അതിന് നേരെ വിപരീതമായ കാര്യമാണ്, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിപ്പീൻ. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും കർത്താവിനെ ഒറ്റിക്കൊടുത്ത 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന പണസഞ്ചിയുടെ സൂക്ഷിപ്പുകാരനായിരുന്ന 12 ഒരുവനായിരുന്ന ഇസ്കരിയത്ത യൂദ, അവനാണല്ലോ യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അവൻ യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാൻ ഗത്സമന തോട്ടത്തിൽ റോമൻ പടയാളികളുമായും മഹാപുരോഹിതന്മാരുമായി വരുന്ന വേളയിലും സ്നേഹിത എന്നാണ് കർത്താവ് അവരെ സംബോധന ചെയ്തത്. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രതികാര വാഞ്ച ഉണ്ടായിരുന്നില്ല. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരവും ശകാരവും പകരം ചെയ്യാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം ഭരമേൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു. ഞാൻ ദാവീദിന്റെ ജീവിതത്തെയും അവന്റെ ജീവിത അന്ത്യത്തെയും സംബന്ധിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുണ്ട്. ദാവീദ് തന്റെ ജീവിതത്തിൽ ഇസ്രായേലിന്റെ രാജാവായി ദൈവത്താൽ നേരിട്ട് അഭിഷിക്തനായിരുന്ന ദൈവദാസനായിരുന്നെങ്കിൽ പോലും നിതാന്തമായ ഉപദ്രവങ്ങളും ശത്രുതകളും മനോവേദനകളും ദാവീദ് ധാരാളം അനുഭവിക്കേണ്ടായി വന്നിട്ടുണ്ട്. ശത്രുത ഹേതുവായി രാവും പകലും കണ്ണുനീർ കൊണ്ട് അവന്റെ കിടക്കയെ നനച്ചവനായിരുന്നു ദാവീദ്. ഞാൻ നിന്റെ രാത്രിയിൽ എന്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ, അത് അവിടുത്തെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. രാജ്യഭാരം ഏറ്റെടുത്ത് അത് ചെയ്യുന്ന കാലഘട്ടങ്ങളിലും വളരെ അധികം കണ്ണുനീർ വാർത്ത ഒരു മനുഷ്യനാണ്. അത്രയത്ര ദുഃഖിച്ച മനുഷ്യനാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, തന്റെ സിംഹാസനം വെട്ടിപ്പിടിച്ച് തനിക്ക് വിരോധമായി 50 പേരെ കൂലി കൊടുത്ത് അകമ്പടികളായി ഇതോടെ കൂടെ നടക്കാനായിട്ട് സംഘടിപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിലെ മത്സരിച്ച അബ്ശാലോം തലമുടി ഒരു കാട്ടിലെ മരത്തിൽ ചുറ്റി അവിടെ കിടന്നു. അവിടെ വെച്ച് യോവാബ് അവരെ ശരിപ്പെടുത്തി. അവന്റെ ജീവിതം അവസാനിച്ചു. ദാവീദിന്റെ പ്രാണന് വിരോധമായി പതിയിരിക്കുകയും അവനെ നിരന്തരമായി ശല്യപ്പെടുത്തുകയും അവന്റെ സ്വസ്ഥത കെടുത്തുകയും ചെയ്ത ശൗല് ഗിൽബോവ പർവ്വതങ്ങളിൽ പാട്ടുപോയി. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ നല്ല വാർദ്ധക്യത്തിൽ നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. മാനവും മഹത്വവും ദൈവം അവന്റെ ജീവിതത്തിൽ നൽകി. ദീർഘായുസ് കൊണ്ട് ദൈവം അവന്റെ തൃപ്തി വരുത്തി. അവന്റെ ജീവനെ ഹനിക്കാൻ ആഗ്രഹിച്ച പലരും ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ ജീവൻ ഇല്ലാതെയായി. എന്നാൽ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച സകല കാര്യങ്ങളും അന്ത്യം വരെയും ദൈവം അവനെ കൊണ്ട് നിവർത്തിച്ചു. അവസാന നിമിഷം വരെയും കർത്താവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവനെ കൊണ്ട് ഉദ്ദേശിച്ചു, അതെല്ലാം ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ചു. പല ആളുകളും ചിന്തിക്കുന്നത്, നമ്മുടെ ഈ പരസ്യ ലോകത്തൊക്കെ നടക്കുന്ന ഈ പ്രസിദ്ധമായിരിക്കുന്ന ഈ ആത്മിക പരിപാടികളിലൊക്കെ ഭാഗഭാഗിത്വമില്ലാത്ത ആളുകളൊക്കെ പരിത്യജിക്കപ്പെട്ടവരും അവരെ ആരെയും ദൈവത്തിന് വേണ്ടാത്തവരും ഒക്കെയാണെന്നാണ്. അങ്ങനെയല്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ വൈവിധ്യതയുള്ളതാണ്. കർത്താവിന്റെ ഇഷ്ടം എന്തോ അത് ദൈവം നമ്മെ കൊണ്ട് നിവർത്തിക്കുന്നു. ദൈവഹിതത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് അവസാനത്തെ നിമിഷം വരെയും ആ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ദൈവം തൻ്റെ ദാസന്മാർക്ക് തിരോധനം ഏർപ്പെടുത്തുകയുള്ളൂ. അതിനു മുമ്പേ ആർക്കും അവരെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. എങ്കിലും ശത്രുതയും ശത്രുത ഹേതുവായുള്ള വേദനയും അത് മുഖാന്തരമുള്ള ആഴമേറിയ മുറിവിന്റെ പാടുകളും മനോവേദനയും നിരന്തരമായി ഭരിക്കുമെങ്കിലും മറ്റുള്ള അനേകർക്കുമില്ലാത്ത സ്വസ്ഥതയും ശാന്തിയും സമാധാനവും സംതൃപ്തിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ദാസന്മാരുടെ ഓഹരിയാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മനോഹരമായ 55-ാം സങ്കീർത്തനത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഈ 2 ആത്മീയ പാഠങ്ങളാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, മനുഷ്യരായതുകൊണ്ട് നിരന്തരമായി ഒരു പക്ഷെങ്കിൽ മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്ന പോലെ ശത്രുതയൊക്കെ നമുക്കും ഉണ്ടായി എന്ന് വരാം. എന്നാൽ പ്രതികാര ചിന്ത ഇല്ലാത്തവരായി റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ തന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ദോഷത്തിന് ദോഷവും
പ്രതികാരത്തിന് പ്രതികാരവും ചെയ്യാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ നമ്മുടെ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആയുസ് കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശത്രുതയും എതിർപ്പും നിരൂപണങ്ങളും ഒക്കെ നമുക്കുണ്ടാവാം. എന്നാൽ കർത്താവ് വിശ്വസ്തൻ, അവൻ അവസാനത്തോളം നമ്മെ സൂക്ഷിപ്പാൻ മതിയായവൻ എന്ന് ദാവീദ് തന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു.